ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വയറ് വീർത്ത കുറച്ച് കെപ്പിക്കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടില്ലായിരുന്നോ, അതിലെ ഒരെണ്ണം പ്രസവിച്ചേ. അപ്പോൾ രാവിലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒറ്റയൊരു കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയുള്ളേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ആക്റ്റീവായിട്ടും അതുപോലെ നല്ല കൗണ്ടോടും കൂടി കുഞ്ഞുങ്ങളെ കിട്ടി. ജനിച്ച കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ രണ്ടെണ്ണം പരസ്പരം ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു കിട്ടിയത്. ഒരെണ്ണം മരിച്ചിട്ടും അതുപോലെ തന്നെ ഒരെണ്ണം ജീവനോടെയും. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മരിച്ചു. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ? ഇതിന്റെ പേരാണ് ഇൻബ്രീഡിങ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ. ഒരു ടാങ്കിൽ നമ്മൾ കുറെ നാൾ നമ്മുടെ ഗപ്പികളെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം ബ്രീഡ് ആകുകയും അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി ഇല്ലാതാകുകയും വൈകല്യങ്ങൾ ഉണ്ടാവുകയും അവരുടെ കളറും സൈസും വരെ നഷ്ടപ്പെടാം. അപ്പൊ നമുക്കിത് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ തടയാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചു കാലം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് ഫീമെയിൽസിനെയോ മെയിലിനെയോ വാങ്ങി നമ്മുടെ ടാങ്കിൽ ഇടുവാണെങ്കിൽ ജീനുകൾ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഒരുമാതിരി പരുവാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി രണ്ട് ടാങ്കുകളായിട്ട് ഇടുവാണെങ്കിൽ അത് ഒരു ബെറ്റർ ചോയ്സാണ്. മൂന്നാമത്തേത്, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും ബ്രീഡ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ചെറിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.